പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തോട് ഒരുപാട് വിശ്വസ്തയോടെ നിൽക്കുവാൻ ശ്രമിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ ഓരോ വീഴ്ചകൾ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ, ഈ ഒരു സാഹചര്യത്തിൽ അങ്ങേക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? ഞാൻ വീണു പോകുന്നല്ലോ, പലപ്പോഴും വീണു പോകുന്നു, എഴുന്നേൽക്കുന്നു, വീണു പോകുന്നു, എഴുന്നേൽക്കുന്നു. അങ്ങയ്ക്ക് എന്നോടുള്ള മനോഭാവം ഈ സാഹചര്യത്തിൽ എന്താണ്? ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ അതിലൂടെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പത്രോസ്ലീഹ, കർത്താവ് ഈശോയുടെ കൂടെ നടന്ന അരുമ ശിഷ്യനായിരുന്നു പത്രോസ്ലീഹ. അരുമ ശിഷ്യനാണ് പത്രോസ്ലീഹ. പത്രോസ്ലീഹയെ നോക്കി ഈശോ പറഞ്ഞു, പത്രോസേ, കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ 3 തവണ തള്ളിക്കളയും. തള്ളിക്കളയുമായിരിക്കുമെന്നോ തള്ളിക്കളഞ്ഞേക്കാന്നോ അല്ല പറഞ്ഞത്, നീ എന്നെ തള്ളിക്കളയും എന്നാണ് യേശു പറഞ്ഞത്. അതായത് യേശുവിനറിയാം അവൻ വീഴും എന്നുള്ള കാര്യം. അങ്ങനെ ഇപ്പൊ പത്രോസ്ലീഹ അതിനെ എതിർത്തു പറഞ്ഞു. പത്രോസ്ലീഹ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം എന്താ സംഭവിച്ചത്? ആദ്യം ഒന്ന് തള്ളിപ്പറഞ്ഞു, രണ്ടാമത് തള്ളിപ്പറഞ്ഞപ്പോൾ ശപിക്കുകയും കൂടെ ചെയ്തു. ഇങ്ങനൊരു മനുഷ്യനെ എനിക്ക് അറിയത്തുകൂടിയില്ലെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരു വ്യക്തിയുടെ കൂടെ വർഷങ്ങളോളം ഇങ്ങനെ നടന്നിട്ട് ആ വ്യക്തിനെ അറിയത്തുപോലും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കുമുള്ള ആ ഒരു മാനസികാവസ്ഥ എന്നതായിരിക്കും. സത്യത്തില് കർത്താവിനെ അതുപോലെ അങ്ങ് ഉപേക്ഷിക്കുക. അതായത് എനിക്ക് ആ വ്യക്തിനെ അറിയത്തില്ല, ഇങ്ങനെയൊരു മനുഷ്യനെ എനിക്ക് അറിയത്തില്ല എന്ന് ആണയിട്ട് 3 തവണ കർത്താവിനെതിരെ സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കോഴി കൂവി. ആ സമയത്ത് കർത്താവ് അതിലെ നടന്നുപോയി, തിരിഞ്ഞൊന്ന് നോക്കി, ഒന്നും പറയുന്നില്ല. പത്രോസിനെ നോക്കി, പത്രോസിനെ ജസ്റ്റ് ഒന്ന് നോക്കുക. ആ നോട്ടത്തിനകത്ത് പത്രോസിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഒരു കത്തി ഇങ്ങനെ കുത്തി ഇറങ്ങുന്ന പോലത്തെ ഒരു വേദന. പത്രോസ് പൊട്ടിക്കരഞ്ഞു, മനംനൊന്ത് പൊട്ടിക്കരഞ്ഞു. ഇതിനുശേഷം പത്രോസും ഈശോയും തമ്മിൽ ഒരു സംസാരമോ കോൺവെർസേഷനോ ഒന്നുമില്ല. പിന്നെ നമ്മൾ കാണുന്നത് യോഹന്നായുടെ സുവിശേഷം 21-ാം അധ്യായത്തില് പത്രോസ്ലീഹ വലയും വഞ്ചിയും ഒക്കെ ആയിട്ട് പഴയ പരിപാടിക്കായിട്ട് പോവുക, മീൻ പിടിക്കാൻ വേണ്ടി പോവുക. ഈശോ തെരഞ്ഞെടുത്ത ശിഷ്യനാണ്. എന്നാൽ ഈ പ്രതിസന്ധിയും വെല്ലുവിളികളും റോമാ ഗവൺമെന്റിന്റെ എതിർപ്പും യഹൂദരുടെ എതിർപ്പുകളും ഇതെല്ലാം വന്നപ്പോൾ എങ്ങനെ ഈ സാഹചര്യത്തെ ഓവർകം ചെയ്യണം എന്നറിയാൻ മേലാതെ മാനുഷികമായിട്ട് തളർന്നുപോയി, ആള് വീണുപോയി. നമ്മളും ചിലപ്പോഴൊക്കെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കാരണം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ചിലപ്പോഴൊക്കെ ചില വീഴ്ചകൾ വരുന്നു, ചില ബലഹീനതകൾ വരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ ദൈവം നമ്മളെ എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ദൈവത്തെ പിന്നീട് സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, യോഹന്നായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസ്ലീഹ വലയും വഞ്ചിയുമായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഈശോ മറുകരയില് കാത്തിരിക്കുക. ഇവരെ ഈശോനെ വാസ്തവത്തില് ഉപേക്ഷിച്ച് തള്ളിപ്പറഞ്ഞ് മാറിപ്പോയ പത്രോസ. ആ പത്രോസിനെ കാത്ത് ഈശോ മറുകരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഈശോനെ കണ്ട നിമിഷം പത്രോസ് താൻ നഗ്നനാന്ന് കണ്ടുകൊണ്ട് പുറങ്കൊപ്പായം എടുത്തുകൊണ്ട് വെള്ളത്തിലോട്ട് ചാടി മറുകരയിലേക്ക് നീന്തി അടുത്തെത്തി. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു ഉറ്റ സുഹൃത്തിനെ ഇതുപോലെ തള്ളിക്കളഞ്ഞിട്ട് അവന്റെ മുഖത്ത് നോക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അവനെ അടുത്ത ദിവസം കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് നോക്കാൻ പറ്റുമോ? പലപ്പോഴും പറ്റത്തില്ല. പക്ഷെ ഇവിടെ പത്രോസ്ലീഹയ്ക്ക് ഈശോയെക്കുറിച്ചൊരു ബോധ്യമുണ്ടായിരുന്നു. അവൻ എന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. എന്റെ ബലഹീനതകൾ, എന്റെ കുറവുകൾ അറിയുന്ന എന്റെ ഈശോ ഞാൻ എന്നെ അറിയുന്നതിനേക്കാളും ഉപരിയായി അവൻ എന്നെ അറിയുന്നു, അവൻ എന്നെ മനസ്സിലാക്കുന്നു, അവൻ എന്റെ ഉപനിധിയാണ്. ഈ തിരിച്ചറിവുള്ള പത്രോസ്ലീഹ ഒന്നും നോക്കാതെ ഈശോയുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുക. നീ എന്നെ തള്ളിക്കളയുമെന്ന് പറഞ്ഞവൻ മറുകര നിൽക്കുക. അവിടെ തീ കൂട്ടിയിട്ടിട്ട് പത്രോസ്ലീഹ അടുത്ത് വന്നപ്പോഴത്തേക്കും ആ പത്രോസ്ലീഹയും മറ്റു ശിഷ്യരും അവരെല്ലാം അടുത്ത് വന്നിട്ട് ഈശോ, കുഞ്ഞുങ്ങളെ, ഇപ്പം പിടിച്ച മത്സ്യങ്ങളും എല്ലാം ഉണ്ടോ? അവിടെ ഈശോ വടിയെടുത്തിട്ട്, നീ എന്തിനാടാ എന്നെ തള്ളിക്കളഞ്ഞത്? നീ എന്തിനാടാ എന്നെ ഉപേക്ഷിച്ചത്? നീ എന്തിനാടാ ഞാൻ വലയും വഞ്ചിയും എടുത്ത് വീണ്ടും മീൻപിടുത്തത്തിന് പോയത്? ഒന്നും ചോദിക്കുന്നില്ല. ഈശോ അവരോട് ചോദിക്കുക, ഈശോ അവരെ വിളിക്കുക, കുഞ്ഞുങ്ങളെ, ഇപ്പൊ പിടിച്ച മത്സ്യം വല്ലതും ഉണ്ടോ? എന്റെ അടുത്തോട്ട് വാടാ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ അവർക്ക് ആശ്വാസം തരാം. ഈ ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ബലഹീനമാക്കപ്പെടുമ്പോഴും നമ്മൾ വീണു പോകുമ്പോഴും
നമ്മളെ ഒരു നാളും തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത, നമ്മളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആ ദിവ്യ സ്നേഹം, ആ സ്നേഹം അനുഭവിച്ച വ്യക്തികൾ ആ സ്നേഹത്തിൽ നിന്ന്, ആ സ്നേഹം പകർന്നു തരുന്ന ആന്തരിക സൗഖ്യത്തിൽ നിലനിന്നുകൊണ്ട് അനേകരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നവരായി തീർന്നു. ഇതായിരുന്നു ആദിമസഭയിൽ സംഭവിച്ചത്. പലപ്പോഴും യഹൂദർക്ക് ആദിമസഭയിലുള്ള വിശുദ്ധരെ അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. അവർ പല കുറവുകൾ അവർ കണ്ടെത്തിയിരുന്നു. പലപ്പോഴും അവർക്കെതിരെ കല്ലെറിയാൻ അവർ പല വാദഗതികളും കണ്ടെത്തി അവർക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴും അവർ ആ ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ആ ദിവ്യ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഈ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാനാണ് ഈശോ ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നതും, പരിശുദ്ധാത്മാവിൽ പ്രേരിതമായി ഈ ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുന്നതും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വീഴുന്നവരാണെങ്കിൽ, ബലഹീനതയുള്ളവരാണെങ്കിൽ, ഇങ്ങനെ ഒരു ദൈവം നിങ്ങൾക്കുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ അവന്റെ അടുക്കിലേക്ക് എല്ലാം മറന്നു ഓടി ചെല്ലുക. നമ്മളെ അറിയുന്നവരെക്കാളും അവൻ നമ്മളെ അറിയുന്നു. അതുകൊണ്ടല്ലേ പത്രോസിനെ നോക്കി പറഞ്ഞത്, നീ എന്നെ തള്ളിക്കളയും. അതേ പത്രോസ്ലീഹ തന്നെയാണ് സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പയായത്. ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപയുടെ, സ്നേഹത്തിന്റെ വലിയ നിറവുകൾ ഇന്നേ ദിവസം നമ്മളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ. ആമേൻ.